ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല നേരം വെളുക്കുമ്പോഴേക്ക് നമ്മൾ മൃതശരീരങ്ങളായി പുഴയിൽ ഒഴുകി നടക്കുമായിരിക്കുമെന്ന്. മനുഷ്യന്റെ ജീവിതം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മൾ. ഇട്ട തുണി ഊരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ജീവിതമാണ് നമ്മുടേതൊക്കെ. ഉറ്റവരും ഉടയവരും മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്നറിയാതെ രക്ഷപ്പെട്ട ആളുകൾ ഉറ്റവരെയും ഉടയവരെയും കാത്തിരിക്കുന്നു. എന്തൊരു അവസ്ഥയാണത്! ഈ അവസ്ഥയിൽ രാഹുലും പ്രിയങ്ക ഗാന്ധിയും എത്തിയോ എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആരെത്തിയാലും എത്തിയില്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാടിന്റെ മണ്ണിലേക്ക് എത്തിയാലും ശരി, മരിച്ചവരുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപകടത്തിൽപ്പെട്ടു. നമ്മുടെ നാട് ഈ രൂപത്തിൽ പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് പാത്രമാകുമ്പോൾ മാത്രമാണ് അധികൃതർ കണ്ണു തുറക്കുന്നത്. അത്തരം ഒരു അപകടം ഉണ്ടാകാതെ ഒരിക്കലും നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ കാത്തുരക്ഷിക്കാൻ നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾക്ക് സാധിക്കാതെ പോകുന്നു. രാഹുലും പ്രിയങ്ക ഗാന്ധിയും നാളത്തെ വയനാട് യാത്ര മാറ്റിവെച്ചു എന്നാണ് അറിയുന്നത്. കാലാവസ്ഥ മോശമായതുകൊണ്ട് ലാൻഡിംഗ് സാധ്യമല്ല എന്ന് അധികൃതർ അറിയിച്ചത് കൊണ്ടാണ് തൽക്കാലം സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, ഉടൻ തന്നെ വയനാട്ടിൽ എത്തുമെന്ന് രാഹുൽ ഗാന്ധി വീഡിയോ റിപ്പോർട്ടിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം വയനാട് മുണ്ടക്കയിലെ ഇന്നത്തെ തിരച്ചിൽ രാത്രി ആയതുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം നേരം മങ്ങി, മഴയും കാലാവസ്ഥയൊക്കെ ഏതാണ്ട് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. നാളെ പുലർച്ചെയാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ വേണ്ടിയിരിക്കുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് തകർന്നത് 50-ലധികം വീടുകളാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഉറ്റവരും ഉടയവരും അതിന്റെ അടിയിൽ തന്നെയുണ്ട്. എൻ്റെ സഹോദരൻ അതിന്റെ അടിയിലുണ്ട് എന്ന് സഹോദരി തറപ്പിച്ചു പറയുന്നു. എൻ്റെ ഉമ്മ അതിനകത്തുണ്ട്, എൻ്റെ അമ്മ അതിനകത്തുണ്ട് എന്ന് തറപ്പിച്ച് പറയുമ്പോൾ സുരക്ഷാ സേന അതിനകത്തൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുവാണ് ആളുകളെ. പലപ്പോഴും മലപ്പുറത്തൊക്കെ വന്നടിഞ്ഞ മൃതശരീരങ്ങളിൽ കൈയും കാലും തലയും ഒന്നുമില്ല. നിരവധി ആളുകൾ ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ റിപ്പോർട്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ 122 പേർ മരിച്ചിട്ടുണ്ട്. 98 പേരെ കാണാതായിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. 400-ലധികം ആളുകൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. മുണ്ടക്കൈ ടൗണിന് മുകളില് ഉരുൾപൊട്ടൽ ഉണ്ടായി. മലയുടെ ഒരു ഭാഗം പുഴയിലൂടെ ഇരച്ചെത്തുകയായിരുന്നു. മുണ്ടക്കൈ ടൗണിനെ തുടച്ചു നീക്കിയ മലവെള്ളം ഏക യാത്രാമാർഗമായ പാലവും തകർത്തു കൊണ്ടുപോയി. 11 മണിക്കൂറിന് ശേഷമാണ് ആദ്യത്തെ രക്ഷാസംഘത്തിന് ദുരന്ത ഭൂമിയിലേക്ക് കടക്കാൻ തന്നെ സാധിച്ചത്. ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും കാണാതായ ആളുകൾ മരിച്ചാണോ ജീവനോടെയാണോ തിരിച്ചു കിട്ടുന്നത് എന്ന് യാതൊരു ഐഡിയയുമില്ല. മുണ്ടക്കൈയിൽ സൈന്യവും NDRFും തിരച്ചിൽ തുടരുകയാണ്. പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായ ഒരു പാലമുണ്ടാക്കി. ആ പാലത്തിലൂടെ ആളുകളെ രക്ഷിക്കുന്ന വളരെ ദുഷ്കരമായ ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൂരൽമലയിൽ പറന്നിറങ്ങി വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉണ്ട്. ഗുരുതരമായ പരിക്കേറ്റ 15ഓളം ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം സാധ്യമാകുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മണ്ണിനടിയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്. 5 മന്ത്രിമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എല്ലാ സേനാ വിഭാഗങ്ങളുടെയും സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി. അതാണ് രക്ഷാദൗത്യത്തെ തന്നെ സാരമായി ബാധിച്ചത്. മലവെള്ളം കുത്തിയൊലിച്ചു വന്നത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി. രാത്രിയിലും രക്ഷാദൗത്യം തുടരുകയാണ്. കുറച്ചാളുകൾ നിർത്തിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് വീണ്ടും തിരച്ചിലും രക്ഷാദൗത്യവും തുടരുന്നുണ്ട്. പരിക്കേറ്റ ആളുകളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം. അവർക്ക് വേണ്ടുന്ന പ്രാഥമിക ശുശ്രൂഷകൾ നൽകണം. ചികിത്സകൾ ഉറപ്പുവരുത്തണം. എത്ര പേരെയാണ് കാണാനില്ലാത്തത് എന്ന് ഉറപ്പുവരുത്തണം. 22 കുട്ടികളെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതർ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സേനകളും രക്ഷാപ്രവർത്തന ദൗത്യത്തിലാണ് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിന്റെ പേരിൽ ഔദ്യോഗികമായ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദേശീയ പതാക താഴ്ത്തിക്കെട്ടണം. സർക്കാരിന്റെ പൊതുപരിപാടികൾ തൽക്കാലം റദ്ദാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഒഴുകിയെത്തിയ 52ഓളം മൃതദേഹങ്ങൾ ലഭിച്ചത് നിലമ്പൂർ, പോത്തുകല്ല്, മുണ്ടേരി ഭാഗങ്ങളിലെ ചാലിയാർ പുഴയുടെ ഓരങ്ങളിൽ നിന്നാണ്. മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ഭാഗത്ത് നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായി. ആ സാഹചര്യം കാരണം ഇരുട്ടു വീണുപോയി. അതോടുകൂടി തെരച്ചിൽ തൽക്കാലം അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. മുണ്ടേരി സർക്കാർ ഫാം കഴിഞ്ഞ് ചൂരൽമലയിലേക്കുള്ള വനമേഖലയിൽ 4ഓളം ആദിവാസി ഊരുകളിലായി ഏകദേശം 380 ആദിവാസികളാണ് താമസിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി കൊച്ചി ടൗൺ ഹാളിൽ കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിട്ടുണ്ട്. കുടിവെള്ളവും സാനിറ്ററി പാഡുകളും കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളുമാണ് ഏറ്റവും അത്യാവശ്യമെന്ന് സംഘാടകർ വ്യക്തമാക്കി. കിലയും കൊച്ചി കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് കളക്ഷൻ പോയിന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല ഇന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് മൃതശരീരങ്ങളായിട്ടായിരിക്കുമോ, അതോ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിട്ടായിരിക്കുമോ? ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വീടുകളിൽ താമസിക്കുന്നു. പെട്ടെന്ന് ഇതുപോലെ ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ എന്ത് കയ്യിലെടുക്കും? രക്ഷപ്പെടണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം. അക്ബറിന് എന്താടാ തമ്മിൽ അടുപ്പിക്കാത്തതാടാ നിനക്ക് വിഷമം? ആണാ? പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ. നിന്നെയൊക്കെ ഇവിടെ ആരാ വിളിച്ചേ? ആരാടാ നിന്നെ വിളിച്ചേ ഇവിടെ? ഞാൻ ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. അതാണ് കുറച്ചുകൂടി ഭംഗി. നിന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ആയിരക്കണക്കിന് ദുരന്തങ്ങൾ ഉണ്ടായാലും ശരി, നീയൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഞാനുള്ള വസ്തുതകൾ മാത്രമല്ലേ പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളൂ ഇസ്ലാമിനെ. അതുകൊണ്ടാണല്ലോ നിനക്കൊക്കെ എന്നോടൊക്കെ ഇത്രയും കലിപ്പ് വരാൻ കാരണം. ഉള്ള കാര്യം പറഞ്ഞപ്പോ നീയൊക്കെ എന്തിനാടാ തുള്ളുന്നത്? ഫേസ്ബുക്കിൽ ഞാൻ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പോസ്റ്റുകൾ എഴുതിയിട്ടിട്ടുണ്ട്. പോയി നോക്ക്. പോയി നോക്കിയിട്ടേ സംസാരിക്കുക. അതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറ. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കല്ലേ. ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം, അതല്ലെങ്കിൽ കളഞ്ഞിട്ട് പണി നോക്കണം. അതല്ലാതെ ഇവിടെയും വന്ന് നഞ്ച് കലക്കാൻ നിൽക്കരുതേ. പണി നോക്ക്, ചെല്ല. അതാണ് നിനക്കൊക്കെ പറ്റിയത്. ഇവിടെയും വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും രാജ്യത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തം ചൊവ്വാഴ്ച പാർലമെന്റിലും നല്ല രൂപത്തിൽ ചർച്ചയ്ക്ക് വഴിവെച്ചു. രാജ്യസഭയിൽ CPIM ഉപനേതാവ് ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ, എം എ റഹീം, പി സന്തോഷ് കുമാർ, ജോസ് കെ മാണി തുടങ്ങിയ ആളുകൾ വിഷയം ഉന്നയിച്ചു. അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് സഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ നിരാകരിച്ചു. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നും സഭയിൽ ചർച്ചയുടെ ആവശ്യമില്ലെന്നും ധൻഖർ നിലപാടെടുത്തു. തുടർന്ന് ശൂന്യവേളയിലേക്ക് കടക്കാൻ സഭാ അധ്യക്ഷൻ ശ്രമിച്ചു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ശക്തമായ പ്രതിഷേധമുയർത്തി. വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്നും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അവ എത്തിക്കേണ്ടതുണ്ടെന്നും ചർച്ചയെ അനുവദിക്കണമെന്നും MP-മാർ ശക്തമായി പ്രതിഷേധം അറിയിച്ചു. ഇതോടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വന്നു കണ്ട MP-മാർക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ധൻഖർ അറിയിച്ചു. കേന്ദ്രം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും പ്രതിരോധ, ആഭ്യന്തര, ധന വകുപ്പുകൾ മുൻകൈയെടുക്കണമെന്നും തുടർന്ന് സംസാരിച്ച ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ബജറ്റിൽ പ്രത്യേക പ്രളയ സഹായം അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ കൂടി ഉൾപ്പെടുത്തണമെന്നും 500ഓളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്നും വി ശിവദാസൻ, എ റഹീം, പി സന്തോഷ് കുമാർ, ജോസ് കെ മാണി തുടങ്ങിയ ആളുകൾ ആവശ്യപ്പെട്ടു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും MP-മാർ ആവശ്യപ്പെട്ടു. വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്നും കേന്ദ്രം സഹായം ഒരുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. കേരളത്തിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം ഉറപ്പുവരുത്തുമെന്ന് സഭാ നേതാവ് കൂടിയായ ആരോഗ്യമന്ത്രി JP നദ്ദ മറുപടിയായി പറഞ്ഞു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി വയനാട് ദുരന്തത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്ന് പാർലമെന്ററി കാര്യം നിയന്ത്രിക്കുന്ന മന്ത്രി കിരൺ റിജിജു അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന് പ്രത്യേകം സഹായം പ്രഖ്യാപിച്ചിട്ടില്ല.
വയനാട്ടിൽ 100-ലേറെ ആളുകളുടെ ജീവനെടുത്ത പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടും പ്രത്യേക പ്രളയ സഹായം എന്ന കേരളത്തിന്റെ ആവശ്യത്തോട് മുഖം തിരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അസം, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രത്യേക പ്രളയ സഹായം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സഹായം എന്ന ആവശ്യം സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാർ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേരളത്തിന് പ്രത്യേക സഹായം പ്രഖ്യാപിക്കാൻ ധനമന്ത്രി കൂട്ടാക്കിയില്ല. ബജറ്റിൽ 2 സംസ്ഥാനങ്ങളെ മാത്രമാണ് പരിഗണിച്ചതെന്നും മറ്റ് സംസ്ഥാനങ്ങളെ അവഗണിച്ചു എന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. കേരളത്തിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി NH-66 കാപ്പിരിക്കാട് ഇടപ്പള്ളി റോഡ് വികസനത്തിന് 9,667 കോടി രൂപയും മുക്കോലം മുതൽ തമിഴ്നാട് അതിർത്തി വരെ റോഡ് വികസനത്തിനായി 1,148 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായി 818 കോടി രൂപയും കേന്ദ്രം നൽകുന്നുണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിക്ക് ശേഷം ലോക്സഭ ബജറ്റ് പാസാക്കിയതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്, എടുക്കാൻ സാധിക്കാതെ. ഉറ്റവരും ഉടയവരും ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ പോത്തുകല്ല് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. പുഴയിലൂടെ ഒഴുകിയെത്തിയ ഒരുപാട് ആളുകളുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് വിവിധയിടങ്ങളിൽ കണ്ടെത്തിയത്. പലപ്പോഴും ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമായിരുന്നു ഒഴുകി വന്നത്. ഉരുൾപൊട്ടലിൽപ്പെട്ട ആളുകളുടെ മൃതദേഹമാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 7ഓടെ ചാലിയാർ പുഴയിലൂടെ ഒരു കുട്ടിയുടെ മൃതദേഹം ഒഴുകി വരുന്നതാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പോത്തുകല്ലിന്റെയും കനിപ്പാലയുടെയും ഇടയിലൂടെ അഫ്സത്ത് വളവിൽ വെച്ച് കുട്ടിയുടെ മൃതദേഹം കരക്കടിപ്പിച്ചു. തുടർന്നാണ് മറ്റു മൃതദേഹങ്ങളും ഒഴുകിയെത്തിയത്. 4 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി, 7 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, 35 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ, 4 പുരുഷന്മാർ. ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ കിടന്നുറങ്ങിയ മനുഷ്യർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെയും ഒക്കെ അവസ്ഥകൾ. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മൾ. പക്ഷേ നമ്മൾ എന്തിൻ്റെയോ പേരിൽ എന്തൊക്കെയോ ആണ് എന്ന് നമ്മൾ അങ്ങ് ധരിക്കുവാണ്. ശരിക്ക് മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എത്ര കണക്കിന് ദുരന്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും ശരി, നമ്മൾ പാഠം പഠിക്കില്ല. വീണ്ടും എഴുന്നേറ്റ് നിന്ന് നമ്മൾ അഹങ്കാരത്തോടു കൂടി തന്നെ സംസാരിക്കും. കുറെ എണ്ണം വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയതാ. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ആലോചിക്കണം. ഇതിനോടകം വലിയ രൂപത്തിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 48 പേരെയോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മേപ്പാടി ഹെൽത്ത് സെന്ററിലുള്ള 63 മൃതദേഹങ്ങളിൽ 42 പേരെ തിരിച്ചറിഞ്ഞു. വിംസ് ആശുപത്രിയിൽ 4, ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ 1, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 51 മൃതദേഹങ്ങളാണുള്ളത്. ഇതിൽ 19 പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണുള്ളത്. അതേസമയം 131-ലേറെ പേരാണ് ചികിത്സയിൽ കഴിഞ്ഞത്. ഏതാണ്ട് വൈകിട്ടോടെ വലിയ ഒരു ശതമാനം ആളുകളെ തിരിച്ചറിഞ്ഞു. ഹാരിസൺ പ്ലാന്റിന്റെ ബംഗ്ലാവിൽ കുടുങ്ങിയ എല്ലാവരെയും സൈന്യം രക്ഷപ്പെടുത്തി എന്നാണ് വിവരം. എല്ലാവരെയും സുരക്ഷിതരായി മേപ്പാടിയിൽ എത്തിച്ചിട്ടുണ്ട്. 300 പേരെയും സൈന്യം രക്ഷപ്പെടുത്തി. ട്രീ വാലി റിസോർട്ടിൽ കുടുങ്ങിയ ആളുകളെ എല്ലാം മേപ്പാടിയിലേക്ക് എത്തിച്ചതായി അഗ്നിരക്ഷാസേനയും വ്യക്തമാക്കി. ചൂരൽ മലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. രാത്രിയായതോടുകൂടി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് സൈന്യം അറിയിച്ചു. മൃതദേഹങ്ങൾ ഒരു കരയിൽ നിന്നും മറു കരയിലേക്ക് എത്തിക്കുന്നത് കയറുകൾ വഴിയാണ്. ആ പാലമാണല്ലോ ഒലിച്ചു പോയത്. അതുകൊണ്ട്
മല ഇടിഞ്ഞു വന്നപ്പോൾ പാലവും പോയത് കാരണം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. ചൂരൽമലയിൽ നിന്നുള്ള കാഴ്ച വേദനിപ്പിക്കുന്നതാണ്. ഒരാൾക്കും സഹിക്കാൻ സാധിക്കാത്ത കാഴ്ചകളാണ് അവിടെ നിന്നും ഉണ്ടാകുന്നതെല്ലാം. അതുകൊണ്ട് പലയിടങ്ങളിലെയും രക്ഷാദൗത്യം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുണ്ട്, ഇരുട്ട് വീണതുകൊണ്ട് മാത്രം. നാളെ പുലർച്ചെ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത്. 800ഓളം ആളുകളെ ഇന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ഇതുവരെ 126 പേര് മരിച്ചു. അത് സംഖ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മലയിടിച്ചിൽ ദുരന്തമാണ് ഇന്ന് വയനാട് സാക്ഷിയായത്. വിവിധ ആശുപത്രികളിലായി 196 പേരാണ് ചികിത്സയിലുള്ളത്. രക്ഷാപ്രവർത്തനത്തിനായി ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടാണ് രക്ഷാദൗത്യം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയായതോടെ മഴയും മൂടൽമഞ്ഞും പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തി. നാളെ അതിരാവിലെ മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള 2 വിഭാഗം സൈനിക സംഘം സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടങ്ങും. കാണാതായവർക്കായി ചൂരൽമല മുതൽ പോത്തുകൽ വരെ പുഴയിലും അന്വേഷണം നടത്തുന്നുണ്ട്. കർണാടക കേരള സബ് ഏരിയ കമാൻഡർ മേജർ ജനറൽ VT മാത്യു വയനാട്ടിലേക്ക് നാളെ രാവിലെ തിരിക്കുമെന്നാണ് അറിഞ്ഞത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വയനാട്ടിലെ കൺട്രോൾ റൂമിന്റെ ചുമതല ഏറ്റെടുക്കും. നാളെ മദ്രാസ് മറാത്ത റെജിമെന്റിലെ 140 പേർ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. 330 അടി ഉയരമുള്ള താൽക്കാലിക പാലം നാളെ നിർമ്മിക്കും. ബാംഗ്ലൂരിൽ നിന്ന് ഇതിന്റെ ഭാഗങ്ങൾ പുലർച്ചെ എത്തിക്കുമെന്നാണ് അറിയിപ്പ്. ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 70 വിദഗ്ധർ ഇതിനായി എത്തുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് 3 സ്നിഫർ ഡോഗുകളെ എത്തിക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈഭവമുള്ള, അതിനു വേണ്ടുന്ന രൂപത്തിൽ പ്രാവീണ്യം നേടുന്ന ഡോഗുകളെയാണ് എത്തിക്കുന്നത്. ദുരന്ത സ്ഥലത്തും ചില ആളുകൾ അതൊരു ജീവിതമാക്കി മാറ്റാൻ, ബിസിനസ് ആക്കി മാറ്റാൻ, പോപ്പുലാരിറ്റി നേടിയെടുക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളിൽ, നമ്മുടേതായിട്ടുള്ള യുക്തിചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്കറിയാം, അർജുൻ എന്ന യുവാവ് ലോറിയിൽ കാണാതായി. ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ തിരയുമ്പോഴും അത് വെച്ച് ബിസിനസ് നടത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇനി ഉരുൾപൊട്ടലിന്റെ ദുരന്തമറിഞ്ഞ ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നു. അനാവശ്യമായ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്. പറഞ്ഞറിയിക്കാനാകാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്തമാണ് മുണ്ടക്കൈ കണ്ടത്. ചൂരൽമല പ്രദേശത്ത് സംഭവിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. നാടാകെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറയാതെ തന്നെ സ്വയം തീരുമാനിക്കേണ്ടതാണ്. നമുക്കിപ്പോൾ വിരൽത്തുമ്പിൽ കിട്ടും എല്ലാ വിവരങ്ങളും. TV-യിൽ തന്നെ നമുക്ക് എല്ലാ വസ്തുതകളും അപ്പോൾ തന്നെ കിട്ടും. പിന്നെ ഓൺലൈൻ ചാനലുകളുണ്ട്. എന്നാലും അവിടെ ചെന്ന് രക്ഷാപ്രവർത്തനത്തെ കൂടി ബാധിക്കുന്ന രൂപത്തിൽ കാഴ്ചക്കാരായി നമ്മൾ നിൽക്കേണ്ടതുണ്ടോ? ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായി വാഹനങ്ങൾ പോകുന്നത് കർശനമായി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ കാരണം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വമായി മനസ്സിലാക്കി ഇതിൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാരെ സജ്ജരാക്കി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ളവ റദ്ദാക്കും. തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ ഇവരെ സജ്ജരാക്കണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മേധാവികൾക്കും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെഞ്ച് തകർന്നിരിക്കുകയാണ് കേരളത്തിന്റെ. ചിത്രങ്ങളൊന്നും മനസാക്ഷിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയില്ല. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. ഈ ദുരന്തത്തിന്റെ വാർത്ത കേട്ടാണ് മലയാളികൾ ചൊവ്വാഴ്ച രാവിലെ ഉറക്കമുണർന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തത്തിൽ ഇതുവരെ 200ഓളം അടുക്കുന്നു നഷ്ടപ്പെട്ട ജീവനുകൾ. പരിക്കേറ്റവരും അത്ര തന്നെയുണ്ട്. ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ ഉറ്റവരും ഉടയവരും ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നില്ല.
ഇതിൽ നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. ശരീരത്തിനേറ്റ ആഘാതത്തെക്കാൾ ഇവരുടെ മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്ന് ഇവരെങ്ങനെ രക്ഷ നേടുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നേരിൽ കാണുവാണ് ദുരന്തം. ഉറ്റവരും ഉടയവരും അപകടത്തിൽപ്പെടുന്നതും ഒലിച്ചു പോകുന്നതും നേർക്ക് നേരെ കാണുവാണ്. രാത്രി 12-1 മണിയോടുകൂടി ശബ്ദം കേൾക്കുന്നു. വാതില് വന്ന് തുറക്കുന്നതേ കാണുന്നുള്ളൂ. വീടോളം പൊക്കത്തിൽ വെള്ളം ദാ ഇടിഞ്ഞു വരുന്നു. ഇതൊക്കെ ഇവരെ നേർക്ക് നേരെ കാണുവാണ്. ചൂരൽമലയും മുണ്ടക്കൈയും കേന്ദ്രീകരിച്ച് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സൈന്യം ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. മുണ്ടക്കൈ മേഖലയിൽ നിരവധി ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റിസോർട്ടിലുള്ള 300 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ കാലാവസ്ഥയും ഗുരുതരമായിരിക്കുന്നു. കാലാവസ്ഥ വളരെ ദുർഘടമായ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വയനാട്ടിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉറപ്പു നൽകി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2 കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും സംസ്ഥാനത്തിന് സാധ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും സംസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജോർജ് കുര്യൻ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ സംവിധാനങ്ങൾ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NDRFന്റെ 2 ടീമുകൾ, ഇന്ത്യൻ ആർമിയുടെ 2 സംഘങ്ങൾ, എയർഫോഴ്സിന്റെ 2 ഹെലികോപ്റ്ററുകൾ എന്നിവ തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമായി നിലവിൽ ദുരന്തമുഖത്തുണ്ട്. NDRFന്റെ 3 അധിക ടീമുകൾ ഡോഗ് സ്ക്വാഡുമായി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങളുമായി വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആദ്യം 2 സംഘങ്ങളായിരുന്നു, ഇപ്പോഴറിയുന്നു 3 സംഘങ്ങളാണെന്ന്. ബെയിലി പാലം സ്ഥാപിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള മെഡ്രാസ് റെജിമെന്റിലെ സൈനികർ അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. സൈന്യത്തിന്റെ 2 സംഘങ്ങൾ അവശ്യ വസ്തുക്കളുമായി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 110 അടിയുള്ള ബെയിലി പാലം വരെ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങളുമായിട്ടാണ് ഡൽഹിയിൽ നിന്നുള്ള സംഘം തിരിച്ചിട്ടുള്ളത്. സ്നിഫർ ഡോഗുകളും ഇവർക്കൊപ്പം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിന് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ടീം ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തും. കണ്ണൂർ DSC സെന്ററിൽ നിന്നുള്ള 2 സംഘങ്ങളും ദുരന്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ബെയിലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതിക സഹായം നൽകുന്നതിനുമായി നാവികസേനയുടെ കപ്പലും അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു. ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ശരി, എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ഇത് നമ്മുടെ നാടിന്റെ ദുരന്തമാണെന്നും തന്നെയാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ് എന്ന് KSEBയും അറിയിച്ചു. ചൂരൽമല ടൗൺ വരെ വൈദ്യുതി എത്തിച്ചിട്ടുണ്ട്. മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ നിന്ന് 3 കിലോമീറ്റർ ഏറെ ഹൈ ടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നതായി KSEBയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോർമറുകൾ ഒഴുകിപ്പോകുകയും 6 ട്രാൻസ്ഫോർമറുകൾ തകർന്ന് നിലം പൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000-ഓളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത് എന്ന് KSEBയുടെ അറിയിപ്പ്. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് പാലവും റോഡുകളും ഒലിച്ചു പോയതുകൊണ്ടാവാം രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടും അവിടേക്ക് കടന്ന് നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനോ വൈദ്യുതി പുനഃസ്ഥാപിക്കാനോ ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ദുരന്ത ഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KSEB വ്യക്തമാക്കി. ദുരന്തം നടന്നതിന് മറുഭാഗത്ത് 2000-ഓളം വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ തകർന്ന ലൈനുകൾ പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കൂ. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശം
മേപ്പാടി സെക്ഷനിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ്. കനത്ത മഴയിൽ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പുലർച്ചെ 2 മണി മുതൽ സെക്ഷനിലെ ജീവനക്കാർ ഫീൽഡിൽ ഉണ്ടായിരുന്നു. ഏകദേശം പുലർച്ചയോടുകൂടി ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്നും 4 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു. 2 മണിയോടെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ 11 kV ലൈൻ പുനഃസ്ഥാപിച്ചു. വൈദ്യുതി എത്തിച്ചതായും KSEB അറിയിച്ചിട്ടുണ്ട്. കൽപ്പറ്റ 33 kV സബ്സ്റ്റേഷൻ അവിടെ വെള്ളം കയറിയിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൽപ്പറ്റ ടൗണിലും പ്രധാനപ്പെട്ട ആശുപത്രികളിലും ബാക്ക് ഫീഡിങ്ങിലൂടെ വൈദ്യുതി എത്തിക്കുന്നുണ്ട്. നിലവിൽ മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ്, മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തും ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല പ്രദേശത്തും സബ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ 2 ടീമുകളെ വാഹന സഹിതം 24 മണിക്കൂറും സജ്ജരാക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എല്ലാ മേഖലയും സജീവമായി പുനഃസ്ഥാപിക്കാനും പഴയതുപോലെ തന്നെ ആ നാടിനെ ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനും കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പ്രധാനമന്ത്രിയും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ജോർജ് കുര്യനാണ് എല്ലാ സഹായങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കും എന്ന് ഉറപ്പു തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഏതാണ്ട് യാത്ര നാളെയും തുടരാൻ സാധിക്കില്ല. കാലാവസ്ഥ മോശമാണെന്ന് നമുക്കും അറിയാം. ഇപ്പോ ഈ ചൂരൽമലയിലും അതുപോലെ മുണ്ടക്കൈ ഭാഗങ്ങളിലും ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തില് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെടുത്തത് 32ലധികം മൃതദേഹങ്ങളും 25 പേരുടെ ശരീരഭാഗങ്ങളുമാണ് എന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. നിലമ്പൂർ, മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച വൈകിട്ട് 7:30 കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് മാത്രമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ 19 പുരുഷന്മാരും 11 സ്ത്രീകളും 2 ആൺകുട്ടികളുമുണ്ട്. മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദുരന്തമുണ്ടായതിന് പിന്നാലെ രാവിലെ 6 മണി മുതലാണ് പോത്തുകല്ല് ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഇത് മുണ്ടക്കൈ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് സംശയിച്ചിരുന്നെങ്കിലും വൈകാതെ ഇത് സ്ഥിരീകരിക്കുകയായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 26 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് നിലമ്പൂർ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതിന് ജില്ലാ ആശുപത്രിയിലെ 2 നില പേവാർഡുകൾ പൂർണ്ണമായി മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുകയാണ്. ഇതിനായി 50ലധികം ഫ്രീസറുകളും ആശുപത്രിയിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട്. രാത്രിയിലും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. നാട് ഒരു വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് സാക്ഷിയാകുമ്പോൾ എല്ലാ ആളുകളും, കേരളത്തിലെ എല്ലാ ആളുകളും അതിനകത്ത് പൂർണ്ണമായും ഇൻവോൾവ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല. ഒരുപാട് പേർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സാഹചര്യത്തിലാണുള്ളത്. എല്ലാം മനസ്സിലാക്കി തന്നെയാണ് കേന്ദ്രവും സംസ്ഥാന സർക്കാരും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നത്. കുറെ വേസ്റ്റുകൾ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ലൈവിൽ വന്നിട്ട്, സാരമില്ല. അപ്പോ നമ്മുടെ നാട്ടില് ഒരുപാട് ദുരന്തങ്ങൾ പതിവായിട്ടുണ്ടാകുന്നു. ഇപ്പോൾ ദുരന്തത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാം, വയനാട്ടിൽ ഒരു വലിയ തുരങ്കം നിർമ്മിച്ചു നമ്മുടെ മുക്രിയാസും ടീമും ഒക്കെ. അതും ഇതിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവരുടെ സാമ്പത്തിക മോഹത്തിനു വേണ്ടി ഈ നാടിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ എല്ലാം അറിയുന്ന പടച്ചോൻ എന്തിനാടാ പരീക്ഷണം? പടച്ചോൻ അറിയില്ല ഇതിനകത്ത് എത്ര പേര് മരിക്കുമെന്നും എത്ര പേര് രക്ഷപ്പെടുമെന്നും. എന്നാ പിന്നെ പടച്ചോൻ ഇത് പരീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? നന്നായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ കുറെ വേസ്റ്റുകൾ കയറി വരും. എന്തായിരുന്നാലും നമ്മുടെ സഹോദരങ്ങളാണ് അതിനകത്ത് പെട്ടിരിക്കുന്നത്. ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് മനസ്സിന് സമാധാനവും ക്ഷമിക്കാനും കഴിയട്ടെ.
അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി.